ഇതിനിടെ ക്യൂബൻ സർക്കാരിനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അട്ടിമറിക്കാൻ രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാൻ അമേരിക്ക വലിയ രഹസ്യാന്വേഷണ നീക്കം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. CIA അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഇതിനായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ക്യൂബയിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. നേരത്തെ നമുക്കറിയാം വെനസ്വേലയിൽ സമാനമായ നീക്കം അമേരിക്ക നടത്തുകയും അതിൽ വിജയിക്കുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ ക്യൂബയെ നിയന്ത്രിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് തങ്ങളുടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനും ചാരവൃത്തിക്കുമായാണ് അമേരിക്ക നീക്കം നടത്തുന്നത് എന്നാണ് ക്യൂബയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില ലിസ്റ്റുകളിൽ കൂടി ക്യൂബ എന്ന രാജ്യത്തെ അമേരിക്ക പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മനു, എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ? കാരണം നമുക്കറിയാം വെനസ്വേലയിൽ മഡ്യൂറോ ഭരണകൂടത്തെ അട്ടിമറിച്ച് അമേരിക്കൻ നിയന്ത്രണമുള്ള പാവ സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിച്ചു. എണ്ണയടക്കം ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. വെനസ്വേല വിൽക്കുന്ന എണ്ണയുടെ പണം പോലും അമേരിക്കയാണ് കൈപ്പറ്റുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ക്യൂബയ്ക്ക് നേരെയുള്ള നീക്കം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പട്ടികയിൽ അമേരിക്ക ആദ്യത്തെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന തരത്തിൽ ഇപ്പോൾ ക്യൂബയെ ഉൾപ്പെടുത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 1960-ൽ CIA നടത്തിയ ഒരു ബേ ഓഫ് പിഗ്സ് ഇൻവേഷൻ നമുക്ക് ചരിത്രത്തിൽ ഓർമ്മയുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു നീക്കം നടത്താനാണ് CIA തയ്യാറെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം അവിടുത്തെ അമേരിക്കൻ വിരുദ്ധ നേതാക്കളെ ഒഴിവാക്കുക, അതുപോലെ അമേരിക്കൻ വിരുദ്ധ ആശയങ്ങളെ തടയുക, അമേരിക്കയ്ക്ക് അനുകൂലമായൊരു നിലപാട് അവിടെ ക്യൂബയിൽ ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമം നടത്തുക. ഇതാണ് അതിനു വേണ്ടിയുള്ള ചാരപ്രവൃത്തികളും ഒക്കെ നടത്തുക. ഇതിനു വേണ്ടിയാണ് ഈ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ക്യൂബൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാർലോസ് ഫെർണാണ്ടസ് കൊസിയോ ഇത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ചാരപ്രവൃത്തിയും അതുപോലെ ഒക്കെ നടത്താനുള്ള അമേരിക്കയുടെ ഒരു നീക്കത്തെ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യൂബയെ അസ്ഥിരപ്പെടുത്താനും അട്ടിമറിക്കാനുമൊക്കെ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത് നടക്കുന്നത്. ഏതായാലും ചൈനയ്ക്കും ഇറാനുമൊക്കെ മുന്നിൽ ഈ ടാർഗറ്റ് നമ്പർ 1 എന്ന രീതിയിൽ ക്യൂബയെ വെക്കുന്നു എന്നതാണ് ഇതിലൊരു പ്രധാന കാര്യം. മാത്രമല്ല അവരുടെ ഈ സാമ്പത്തിക നീക്കങ്ങളെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുക. നേരത്തെ ഒരു ഫിസിക്കൽ അറ്റാക്ക് അല്ലെങ്കിൽ ആളുകളെ വ്യക്തിപരമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ആ ഒരു മുൻപത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ സാമ്പത്തിക നീക്കങ്ങൾ രാജ്യത്തിൻ്റെ ക്യൂബയുടേത് പരിശോധിക്കുക, അതിൻ്റെ ഡാറ്റകൾ കയ്യിൽ എടുക്കുക, അതുപോലെ ഷാഡോ മണി ഫ്ലോസ് ട്രാക്ക് ചെയ്യുക, ബിസിനസ് ഡീലിങ്ങുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക, എലീറ്റുകൾ ക്യൂബൻ പൊളിറ്റിക്കൽ എലീറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യൂബയിലെ ഒരു ഉന്നത രാഷ്ട്രീയ ശ്രേണിയിൽപ്പെട്ട ആളുകളെ നിരീക്ഷിക്കുക, അവരെ കൂടുതൽ അമേരിക്കയ്ക്ക് അനുകൂലമായി സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. അങ്ങനെ ഉള്ള ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം, അതോടൊപ്പം തന്നെ ഒരു സൈബർ ഓപ്പറേഷൻ തുടങ്ങിയ പദ്ധതികളെല്ലാം ചെയ്തുകൊണ്ട് വളരെ രഹസ്യമായൊരു നീക്കം എന്ന തരത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ഏതായാലും പ്രയോറിറ്റി 1 അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന തലത്തിൽ ആണ് കാണുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ദ ന്യൂയോർക്ക് ടൈംസ് തന്നെ പുറത്തുവിടുന്നു. പൊളിറ്റിക്കൽ അതുപോലെ തന്നെ ബൗദ്ധികമായ ഒരു രാഷ്ട്രീയവും ബൗദ്ധികവുമായ ഒരു സമ്മർദ്ദം ക്യൂബയ്ക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുക എന്നതാണ് ഇപ്പോൾ CIA തയ്യാറാക്കുന്നത്. അതിനായാണ് ഈ ക്ലാസിഫൈഡ് ക്യൂബ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചത്. മനു ഭാരത് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.